ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പതീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. സച്ചിയുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സച്ചിക്ക് ഒരു തൽക്കാലത്തിന് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ഒരു 10-20 കാറുകളുണ്ട് ഒരു ഫ്ലാറ്റിൽ. ആ കാറുകളൊക്കെ കഴുകി വൃത്തിയാക്കണം. അതാണ് ഇപ്പോൾ സച്ചിക്ക് കിട്ടിയിട്ടുള്ള ജോലി. വളരെ മനസ്സിന് ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും നല്ല കൃത്യനിഷ്ഠയോട് നല്ല ഉഷാറോട് കൂടിയൊക്കെയാണ് സച്ചി ആ ജോലി ചെയ്യുന്നത്, ഒരു മടിയൊന്നും കൂടാതെ. അങ്ങനെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ആ സെക്യൂരിറ്റിക്ക് ഈ സച്ചിയെ തിരിച്ചറിയുകയാണ്. രേവതിയുടെ വീടിൻ്റെ അടുത്തുള്ള ആളായിരിക്കും അത്. അങ്ങനെ രേവതിയെ അയാളുടെ അനന്തരവൾ മുഖേന രേവതിയെ അറിയിക്കുകയാണ്. ആ പെൺകുട്ടി അവിടെ ചെന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, സച്ചി നിങ്ങളുടെ ഭർത്താവ് അവിടെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ രേവതി ഞെട്ടി പോവുകയാണ്. കാരണം അവളോട് പറഞ്ഞിട്ടുള്ളത് ടാക്സി ഓടിക്കുകയാണ്, എനിക്കൊരു വാടകയ്ക്ക് ഒരു കാറ് കിട്ടിയിട്ടുണ്ട്, അത് ഓടിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി, രേവതിയൊക്കെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒന്നും അറിയില്ല, ഞാൻ എന്തായാലും അന്വേഷിച്ചോളാം എന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ രേവതി വേഗം തന്നെ പേഴ്സൊക്കെ എടുത്തിട്ട് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് അവിടെ വളരെ നല്ല ഇതോടുകൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സച്ചിയെ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷമാവാണ് രേവതിക്ക്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ സച്ചി കാണാതെ ഒരു കാറിന്റെ മറയിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരാൾ വന്നിട്ട് പറയുന്നത് സച്ചിയോടായിട്ട്, ഇതെന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്, ഈ കാറ് വൃത്തിയായിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. നോക്കി അഴുക്കുണ്ട്, പണിയെടുക്കണേ മര്യാദക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ രേവതിക്ക് വിഷമാവുന്നുണ്ട്. അങ്ങനെ സച്ചി ഒരു പാവത്തിനെ പോലെ ആ തുടയ്ക്കണ തുണിയൊക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും അയാൾ പറഞ്ഞ സ്ഥലത്ത് ഒന്നും കൂടിയൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവിടേക്ക് മറ്റൊരാൾ വരുന്നുണ്ട്. അയാളാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള കീ എടുത്തിട്ട് അവന് കൊടുത്തിട്ട് സച്ചിക്ക് കൊടുത്തിട്ട് പറയാണ്, കാറിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയായിട്ടും പുറമേയൊക്കെ നല്ല രീതിയിൽ ക്ലീനാക്കി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സച്ചി ആ കീയൊക്കെ വാങ്ങിയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കാറ് നല്ല രീതിയിൽ തുടച്ച് കഴുകി നല്ല വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ വരുമ്പോൾ എന്തായി വൃത്തിയാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ആ സാർ വൃത്തിയാക്കിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാൾക്ക് താക്കോല് തിരികെ കൊടുക്കുകയും ചെയ്യാണ്. അയാൾ ഡോറ് തുറക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ ഇങ്ങനെ തിരയാണ് കേട്ടോ അയാൾ. ആ സമയത്ത് അയ്യോ എൻ്റെ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചിയോട് ചോദിക്കുകയാണ്, ഇതിൽ ഒരു ഫോൺ എങ്ങാനും കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് സച്ചി വേഗം മറ്റൊരു കാറ് തുടയ്ക്കാനൊക്കെ വേണ്ടി അങ്ങോട്ട് നീങ്ങാണ്. അപ്പോൾ അവിടേക്ക് 2-3 പേര് വരികയാണ്. അപ്പോൾ അവരോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, 1.5 ലക്ഷം രൂപയുടെ ഫോണല്ലേ, നല്ല പുതിയത് ഇന്നാൾ എടുത്തല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാണ്. അപ്പോൾ ഒരുത്തൻ പറയുന്നുണ്ട്, ഇപ്പോൾ പുതിയതായി വന്നതാണ് ആ പയ്യന്, ആ ചെറുക്കൻ പണിക്ക് വേണ്ടിയിട്ട് അവൻ എടുത്തുകിട്ടുണ്ടാവും വേണമെങ്കിൽ എന്ന് സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അതെല്ലാം തന്നെ രേവതി അവിടെ നിന്നും കേൾക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പറയുന്നുണ്ട്, സച്ചിയോട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിൽ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടില്ല സാറേ എന്ന് പറയുന്നു. സാറ് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ തന്നെ എല്ലാവരും പറയുള്ളൂ, എന്തായാലും ഇവരെന്നെ എടുത്തിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സച്ചി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അവരെല്ലാവരും ചേർന്നിട്ട്. ഒരാൾ മാത്രമായി അവനങ്ങനെ എടുക്കുന്ന ഒരാളല്ല, നിങ്ങൾ ഓർമ്മയില്ലാണ്ടായിരിക്കുന്നൊക്കെ ഒരാൾ മാത്രം സച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. മറ്റുള്ളവരെല്ലാവരും സച്ചി തന്നെയാണ് അത് എടുത്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. സച്ചിക്ക് വിഷമാവുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാതെ എന്നെ കുറ്റപ്പെടുത്തണ്ട, എന്നിട്ട് അവൻ്റെ ദേഹമൊക്കെ പരിശോധിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പോക്കറ്റിൽ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ്റെ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം, ദേഹ പരിശോധന നടത്തണം എന്ന് പറയുമ്പോൾ സച്ചി പറയണം, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, ഞാൻ എടുക്കാത്ത കാര്യം എൻ്റെ ദേഹത്ത് തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു തർക്കങ്ങളും കാര്യങ്ങളായി നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് ഒരു ഫോൺ എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് പറയുന്നത്, സാറേ സാറിൻ്റെ ഫോൺ അവിടെ വെച്ച് മറന്നതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സച്ചിയോട് ചെയ്തത് ക്രൂരമായി പോയി എന്ന് അവർക്ക് തോന്നുമ്പോൾ വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേഗം പോകാൻ നിൽക്കുമ്പോൾ സച്ചി പറയണം, അങ്ങനെ അങ്ങ് പോയാലേ ഇങ്ങനെ ശരിയാവും, ഇത്ര നേരം നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നെ കുറ്റപ്പെടുത്തിയില്ലേ, എന്നിട്ട് എന്തേ ഇപ്പം എവിടുന്നാ കിട്ടിയത്, അതെ ഒരു സാധനം കാണാതായി പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട ഞങ്ങളുടെ മേലല്ല കയറേണ്ടത്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്, എനിക്ക് സ്വന്തമായിട്ട് കാറൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവർ ഒന്നും മിണ്ടാതെ അങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ സച്ചിയെ സപ്പോർട്ട് നിന്നിരുന്ന ഒരു ആളുണ്ടായില്ല, അയാൾ വന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ എടുത്തിട്ടുണ്ടാവില്ലെന്ന്, അവരെത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ടവരുടെ ഇങ്ങനെയൊക്കെ കള്ളന്മാരാക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, തെറ്റുകളൊക്കെ മനസ്സിലായി, എന്നാലും സോറി പോലും പറഞ്ഞില്ല, അവരവരെ കാര്യം നോക്കി പോയി എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാവാണ്. കാരണം ഒരു നിലയ്ക്ക് താൻ കാരണമാണ് സച്ചിയുടെ കാറൊക്കെ നഷ്ടപ്പെട്ടത്, ആധാരം
അച്ഛൻ്റെ കയ്യിൽ കൊടുത്തത് രേവതി മറ്റാരോടും പറഞ്ഞില്ല, സച്ചിയോട് പോലും പറഞ്ഞില്ല. അങ്ങനെ ആധാരം ആ സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ആധാരം വെച്ചിട്ട് അച്ഛൻ്റെ ഓപ്പറേഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ പൈസ ഉണ്ടാക്കാമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ ഒരു ആധാരം കാണാത്തതിനാലാണ് സച്ചിയുടെ കാറ് നഷ്ടപ്പെട്ടതും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നതും. അതിന് ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സച്ചി രേവതിയെ. അങ്ങനെ രേവതിക്ക് ഈ ഒരു കാഴ്ച കണ്ട് സഹിക്കാനാവാതെ വേഗം തന്നെ ഫുഡൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണ്. ഒരു ദിവസം പിറ്റേ ദിവസം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോകുന്നത് ഫിനാൻസർ അരികിലേക്കാണ്. അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കി അച്ഛനോട് പറയുന്നുണ്ട് നേരത്തിനടുത്ത് കഴിക്കണം കേട്ടോ, ഞാൻ ചിലപ്പോൾ വൈകി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കി അവൾ കൃത്യമായി അത് മൂടി വെക്കുന്നുണ്ട്. ഈ മൂടി വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൽ ഒരു പല്ലിങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ഇഡ്ഡലി ആണെങ്കിലും ചോറാണെങ്കിലും സാമ്പാറാണെങ്കിലും എല്ലാം അത് നല്ല കൃത്യമായിട്ട് വൃത്തിയോടുകൂടി മൂടിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അതിനിടയിൽ അവിടേക്ക് ഭാമ വരുന്നുണ്ട്. അപ്പോൾ ഭാമയും അതുപോലെ ചന്ദ്രയും കൂടിയിട്ട്, ഭാമ ചായ ഒന്നും കുടിക്കാതെ ആയിരിക്കും അത് രാവിലെ വരുന്നത്. അപ്പോൾ ഭാമയും ചന്ദ്രയും കൂടിയിട്ട് അതിൽ നിന്ന് ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് സാമ്പാറൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ്. രണ്ടുപേരും കഴിക്കുന്നുണ്ട്. അപ്പം ചന്ദ്രയാണ് ശരിക്കും ആ സാമ്പാർ തുറന്ന് വെക്കുന്നത്. ആ സാമ്പാർ മൂടി വെക്കുന്നില്ല. അതുപോലെ തന്നെ ഇഡ്ഡലി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പകുതി തുറന്ന രീതിയിൽ ഇഡ്ഡലി ഇങ്ങനെ മൂടി വെക്കുകയാണ്. ആ സമയത്താണ് കറക്റ്റായിട്ട് ആ പല്ലി സാമ്പാറിൽ വീഴുന്നത്. ചൂടുള്ള സാമ്പാറാണല്ലോ വീഴുന്നത്. അപ്പം തന്നെ അതിൽ കിടന്ന് ചാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ചന്ദ്രയും ഭാമയും കൂടി പുറത്തേക്ക് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അവരങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അതിനുശേഷം ഒരു ഉച്ചയോട് കൂടിയിട്ട് നമ്മുടെ രവീന്ദ്രന് വിശക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണമല്ലോ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കില്ല. അപ്പോൾ രവീന്ദ്രൻ എന്ത് ചെയ്യും, ചോറൊക്കെ എടുത്തിട്ട് കഴിക്കാനിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് സച്ചി വരുന്നുണ്ട്. അച്ഛൻ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ മോൻ വാട എടുത്തിട്ട് വാ നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് സച്ചിയോട് പറയുമ്പോൾ സച്ചി ആണെങ്കിൽ ചോറെടുത്തിട്ട് നേരെ സാമ്പാർ എടുത്ത് കോരണം നേരത്ത് കിട്ടുന്നത് ആ പല്ലിയെ ആയിരിക്കും. അത് കണ്ട് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരാണ്. അപ്പോൾ ഓടിച്ചെന്ന് അച്ഛൻ്റെ ആ ചോറ് കഴിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ വായലിങ്ങനെ ഉരുളിങ്ങനെ കൊണ്ടുപോകണ ആ സമയത്തായിരിക്കും. അപ്പം കൈ പെട്ടെന്ന് തട്ടുന്നുണ്ട്. അങ്ങനെ എന്താടാ എന്ന് ചോദിക്കുക, നിനക്ക് എന്താ ഭ്രാന്തായോ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛാ ഇതിലിതേ പല്ലി ചത്ത് കിടക്കണു എന്ന് പറയുന്നുണ്ട്. പല്ലിയോ എന്ന് ചോദിക്കണം. അതേ. എന്നിട്ട് ആ ചോറെടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പല്ലി ചത്ത് കിടക്കുന്ന ആ ഒരു ചോറെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് ചന്ദ്രയും ഭാമയും വരികയാണ്. അവരും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ആരാണ് സാമ്പാർ ഉണ്ടാക്കിയെന്നൊക്കെ ദേഷ്യത്തോട് സച്ചി ചോദിക്കുന്നുണ്ട്. അത് നിന്റെ ഭാര്യയാണ് എന്ന് പറയാണ്. എന്ത് പറ്റി, അതിൽ പല്ലി ചത്തെടുക്കുന്നു, അച്ഛനെങ്ങാനും അത് കഴിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ കാര്യത്തിൽ എപ്പോഴും ദേഷ്യമാണല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരാണെന്നൊന്നും നമ്മൾ സച്ചി നോക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ശ്രദ്ധ ഇല്ലാതൊക്കെ ചെയ്യാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ വഴക്ക് പറയുമ്പോൾ ചന്ദ്ര ഞാനല്ല നിന്റെ ഭാര്യ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച്, അവൾ അമ്പലത്തിലൊക്കെ ഒന്നും പറഞ്ഞ് പോയതാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഫിനാൻസറെ കാണാൻ പോയിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല. നമ്മുടെ രേവതി തിരികെ വരുന്നുണ്ട്. രേവതി തിരികെ വരുമ്പോൾ ചോദിക്കുകയാണ്, എന്തേ പോയിട്ട് നീ ഇപ്പോൾ ഇവിടെ എന്തിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, പല്ലി ചത്ത് കിടക്കായിരുന്നു ആ കറിയിൽ എന്നൊക്കെ പറയുമ്പോൾ നീ തുറന്ന് വെച്ചിട്ടാണോ ഇതൊക്കെ പോയത് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നു. സത്യത്തിൽ ചന്ദ്രയാണ് അത് തുറന്ന് വെച്ചതെന്ന് ചന്ദ്രയ്ക്ക് ഓർമ്മയില്ല. പക്ഷേ കൂടെ നിൽക്കുന്ന ഭാമയ്ക്ക് വളരെ കൃത്യമായി അത് ഓർമ്മ വരികയാണ് ചന്ദ്ര അത് തുറന്ന് വെക്കുന്നത്. അപ്പം ചന്ദ്രയുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണെന്ന് ഭാമയ്ക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കൂട്ടുകാരെ രക്ഷിക്കണമല്ലോ, അതുകൊണ്ട് ആ സമയത്ത് ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ എല്ലാവരും ചേർന്ന് നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്താണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഇല്ല ഞാൻ കറി തുറന്ന് വെച്ചിട്ടല്ല പോയത് എന്ന് പറയുന്നു. അപ്പൊ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് എടുക്കാൻ നേരത്ത് കറി തുറന്നാണോ ഇരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് രവീന്ദ്രൻ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല എന്ന് രേവതി തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് ചന്ദ്രയും അതുപോലെ തന്നെ സച്ചി എല്ലാവരും ചേർന്നിട്ട്. രേവതി അങ്ങനെ റൂമിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അയ്യോ സുതിമോൻ ഈ ഒരു സാമ്പാറാണല്ലോ കൊണ്ടുപോയിട്ടുള്ളത്, ഞാൻ അവനെ എത്രയും വേഗം വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ചന്ദ്ര റൂമിലേക്ക് പോവാണ്. കൂടെ ഭാമയും പോകുന്നുണ്ട്. അങ്ങനെ ഭാമ ചന്ദ്രയുടെ ഫോൺ തട്ടിപ്പറിച്ച് മാറ്റുകയാണ്. നീ അവനൊന്നും വിളിച്ച് പറയണ്ട, അവൻ കഴിക്കുന്നത് കഴിച്ചോട്ടെ, അവൻ അതിലൊന്നും പല്ലി ചത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയണം. അപ്പം എന്താ ഭാമ നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിനക്ക് ഓർമ്മയില്ലേ രേവതി പോയതിന് പുറകെ ആയിട്ട് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും എടുത്ത് കഴിച്ചത്, എനിക്ക് വയറിനൊരു കുഴപ്പമില്ലല്ലോ, നിനക്കും ഇല്ല. അപ്പം ആ സമയത്ത് ഒരു കുഴപ്പവും ഇല്ല, ആ സമയത്ത് പല്ലി അതിൽ വീണിട്ടില്ല, നീയാണ് അത് തുറന്ന് വെച്ചത്, നീ തുറന്ന് വെച്ചതിന് ശേഷമാണ് അതിൽ പല്ലി വീണത്, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് എനിക്കത് ഓർമ്മയുണ്ടായിട്ടും ഞാൻ പിന്നെ പറയാഞ്ഞതാണ്. രേവതി നീ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴും എനിക്കിത് ഓർമ്മയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നല്ല കാര്യം നീ എന്തായാലും പറയാഞ്ഞത്, ഇല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് എന്നെ കൊന്നേനെ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് സംഭവിച്ച ആ ഒരു കുറ്റം രേവതിയുടെ തലയിൽ എല്ലാവരും ചേർന്ന് കെട്ടിവെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്